എല്ലാ മനുഷ്യർക്കിടയിലും സ്നേഹം കൈമാറാനാണ് തൻ്റെ സൂഫി ജീവിതം കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ മുന്നോട്ട് വന്നത്. മമ്പുറം തങ്ങൾ വന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അമുസ്ലിമീങ്ങൾക്കിടയിൽ ജാതീയത കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. ദളിതരെയൊക്കെ തങ്ങൾ ഒപ്പം ഇരുത്താനും അതോടൊപ്പം ഭക്ഷണം നൽകാനും പരസ്പരം ആലിംഗനം ചെയ്യാനും കൈ പിടിക്കാനും അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ രൂപത്തിൽ തങ്ങളുടെ സൂഫി ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത് ജാതീയത നിഷ്പ്രഭമാക്കിയ മഹാനാണ് ബഹുമാനപ്പെട്ട മമ്പുറം സയ്യിദ് അലവി തങ്ങൾ. അതോടൊപ്പം തന്നെ മഹാനവറുകളുടെ ആ സ്നേഹത്തിൻ്റെ ആ കൂട്ടായ്മയിൽ മതസൗഹാർദ്ദം വളരെയേറെ തങ്ങൾ ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണല്ലോ തങ്ങളെ കൂടെയൊക്കെ കോന്തുനായരുടെ ആ ഇടപെടലും ജീവിതമൊക്കെ നമ്മൾക്ക് വായിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല ഇന്നും അതിൻ്റെ ഒരു അടയാളം നമുക്ക് കാണാൻ കഴിയുന്നത് മമ്പുറം തങ്ങളുടെ വീടുണ്ടല്ലോ, മമ്പുറത്ത് ആ വലിയ ഒറ്റക്കാൽ പള്ളി എന്ന് പറയും, അതിൻ്റെ തൊട്ടടുത്തുള്ള അവിടെ വീടുണ്ട്. ആ വീടിന് ഓല വീടാണ്. അത് ഓല മാറ്റൽ എല്ലാ വർഷവും അതിൻ്റെ ഓല മാറ്റി പുതിയ ഓല മേയുന്ന ആ ഒരു പ്രവർത്തനം ചെയ്തു വരുന്നത് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ തങ്ങളുടെ കാലഘട്ടത്തിലെ ചെയ്തു വന്നിരുന്ന അമുസ്ലിമീങ്ങളാണ്, കണക്കന്മാരാണ്. ഇപ്പോൾ ഉറൂസിൻ്റെ തൊട്ട് മുമ്പായിട്ട് ആ വീടൊക്കെ ശരിയാക്കി അതിൻ്റെ ഓലൊക്കെ മാറ്റി അമുസ്ലിമീങ്ങളാണ്, അവരെ വകയായാണ് ചെയ്തു വരുന്നത്. ഈ ഒരു സൗഹാർദ്ദം അതെല്ലാ മനുഷ്യർക്കിടയിലും സ്നേഹം കാണിച്ച ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മൗലദ്ദവീല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ദേശം മലബാർ മണ്ണിന് വേണ്ടി പോരിനിറങ്ങി ഷഹീദായി.